കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ 1 തിമോത്തിയോസിൻ്റെ 3-ാം അധ്യായത്തിൽ ആണ് ഉള്ളത്. അതിൻ്റെ 14-ാം വാക്യം മുതൽ വായിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് അധ്യക്ഷനാകാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെയായിരിക്കണം എന്നുള്ള വിഷയമാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സഭയുടെ പ്രസക്തി, സഭ എന്ത് ക്രീഡാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് ഒരു സഭയുടെ ഫൗണ്ടേഷൻ എന്താണ്, അതിൻ്റെ തൂണുകൾ എന്താണ്, ഒരു സഭ വിശ്വസിക്കേണ്ട ഏറ്റുപറച്ചിൽ കൺഫെഷൻ എന്താണ് എന്നുള്ളതാണ്. ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പൗലോസിൻ്റെ മൈൻഡിൽ ഒരു സഭയെക്കുറിച്ചുള്ളൊരു പിക്ചർ എന്താണ് എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് ഇവിടെ കാണുന്നത്. 14-ാം വാക്യത്തിൽ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു, ഞാൻ വേഗത്തിൽ നിൻ്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഓടി നടക്കുന്നത്? ശുശ്രൂഷ കിട്ടാൻ വേണ്ടി നമ്മൾ ഇന്ന് കാലത്ത് ഒത്തിരി ആൾക്കാർ നടക്കുന്നുണ്ടല്ലോ, നമുക്കറിയാം. പക്ഷേ പൗലോസ് അവിടെ ചെല്ലുന്നത് ആ സഭയ്ക്ക് വേണ്ടിയാണ്. ആ സഭ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരു പിതാവിൻ്റെ മനസ്സാണത്. ഓക്കെ, ഒരു പിതാവ് മക്കളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ്? അവൻ്റെ നിന്ന് കാശ് വാങ്ങിക്കാനല്ല. അവരെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കാനും മാർഗ്ഗദർശനം കൊടുക്കാനും അവരുടെ കൂട്ടായ്മ എൻജോയ് ചെയ്യാനും വേണ്ടിയാണ്. പൗലോസ് അങ്ങനെ തന്നെയാണ്. ഞാൻ വേഗത്തിൽ നിൻ്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അപ്പോൾ സഭയെ എങ്ങനെയൊക്കെയാണ് വിവരിച്ചിരിക്കുന്നത്? 1, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമാണ്. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും, അതായത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. സഭയുടെ അടിസ്ഥാനം അപ്പോസ്തലന്മാർ ഇടുന്നതാണ്. അപ്പോസ്തലന്മാരാണ് സഭയുടെ അടിസ്ഥാനം ഇടുന്നത്. നമുക്കിപ്പോൾ നമ്മൾ ഈ വായിക്കുന്ന ലേഖനങ്ങളെല്ലാം അപ്പോസ്തലന്മാർ എഴുതിയതാണ്. ഈ അപ്പോസ്തലന്മാർ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന സഭയാണ് അപ്പോസ്തോലിക സഭ. ഇന്ന് പലപ്പോഴും അപ്പോസ്തോലിക സഭയെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോസ്തലന്മാർ കൈവച്ച് വന്നവർ അവർക്കിഷ്ടമുള്ള രീതിയിൽ നടത്തുന്ന സഭകളെല്ലാം അപ്പോസ്തോലിക സഭകളാണ് എന്നുള്ള രീതിയിലാണ് പാരമ്പര്യ സഭകൾ വാദിക്കുന്നത്. അതായത് കാത്തലിക്, ഓർത്തഡോക്സ്, അങ്ങനെയുള്ള പാരമ്പര്യ സഭകൾ അവർ എപ്പോഴും അപ്പോസ്തലന്മാർ കൈവച്ച് കിട്ടിയ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സഭയെന്ന് ഇവിടെ പൗലോസ് വ്യക്തമാക്കുന്നു. അവിടെ പ്രധാനമായിട്ടും അപ്പോസ്തലന്മാർ എന്ത് സത്യമാണോ പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാർ എങ്ങനെയാണ് സഭയ്ക്ക് അടിസ്ഥാനമിട്ടത്, ആ ഒരു ഫൗണ്ടേഷനിലുള്ള കൂട്ടമാണ് അപ്പോസ്തലിക് ചർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുന്നവർ. അപ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ, ഐസക് ന്യൂട്ടൺ ക്ലാസ്സിൽ വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ ഐസക് ന്യൂട്ടൻ്റെ ഫോളോവർ ആകുന്നില്ല. ഐസക് ന്യൂട്ടൺ എന്ത് പഠിപ്പിച്ചു അത് മനസ്സിലാകുന്നത് കൊണ്ട് അതിനെ അനുഗമിക്കുന്നതുകൊണ്ട് വിശ്വസിക്കുന്നതുകൊണ്ടുമാണ് അയാൾ ഒരു ശാസ്ത്രജ്ഞനാകുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രം ഇഷ്ടമുള്ള ഒരാളാകുന്നത്. അതല്ലാതെ പഠിച്ചപ്പം പുസ്തകം ഉണ്ടായിരുന്ന കയ്യിൽ നിന്നുള്ളതുകൊണ്ട് കാര്യമുണ്ടോ? അപ്പോൾ അപ്പോസ്തലിക സഭയാകുന്നത് അപ്പോസ്തലന്മാർ പണ്ട് തലയിൽ തൊട്ടു അവിടെ നിന്ന പാരമ്പര്യമാണെന്ന് പറഞ്ഞത് അങ്ങനെയല്ല. അപ്പോസ്തലന്മാർ എന്ത് പഠിപ്പിച്ചോ അങ്ങോട്ട് എത്തുന്നില്ലെങ്കിൽ അത് അപ്പോസ്തലിക സഭയല്ല. നിങ്ങളൊരു ശാസ്ത്ര വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കണം, അത് തന്നെ ഫോളോ ചെയ്യണം. അല്ലാതെ അവരുടെ ഒരു ഫോട്ടോ വെച്ചാൽ മതിയോ? അല്ലെങ്കിൽ അവർ പണ്ട് എൻ്റെ ക്ഷയിക്കാൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. അപ്പോൾ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന ഉപദേശത്തിലോട്ട് എത്തുന്നില്ലെങ്കിൽ അത് അപ്പോസ്തലിക സഭയല്ല. ഇപ്പോൾ പൗലോസ് പറയുകയാണ്, ഞങ്ങളൊരു ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്, അത് സത്യത്തിൻ്റെ ഫൗണ്ടേഷനാണ്. അതിൻ്റെ തൂണുകളും, ഈ ഫൗണ്ടേഷനും തൂണുകളും ഒരു സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് പണിയപ്പെടുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർ തന്നെ എന്തിനാണ് ഈ അടിസ്ഥാനം ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു എന്ന ഫൗണ്ടേഷനോട് വീഴാൻ വേണ്ടിയാണ്. അത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചാൽ മാത്രമേ വീഴുകയുള്ളൂ. ഇന്ന് പ്രിയ സഹോദരങ്ങൾ, അനേക സഭകൾ, ഞാൻ പാരമ്പര്യ സഭകളെക്കുറിച്ച് പറഞ്ഞു, ഇന്ന് അനേക ന്യൂ ജനറേഷൻ സഭകൾ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്.
ഈ ന്യൂ ജനറേഷൻ സഭകളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, പക്ഷെ അത് ക്രിസ്തുവല്ല. കർത്താവ് ചെയ്ത ചില അത്ഭുതങ്ങൾ ഒരു മൂലയ്ക്കിരിക്കുന്നു, പക്ഷേ ഇന്ന് അവിടെ ഇരിക്കുന്ന ലീഡേഴ്സ് ചെയ്യുന്ന അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ അവർക്കുണ്ടെന്ന് അവിടെ മുമ്പിലിരിക്കുന്ന ആൾക്കാർ വിശ്വസിക്കുന്ന അത്ഭുത ശക്തി, മധ്യസ്ഥ ശക്തി, ഇതൊക്കെയാണ് ആ സഭകളുടെ ഫൗണ്ടേഷൻ. അല്ലാതെ അപ്പോസ്തലന്മാരിട്ട ഫൗണ്ടേഷൻ ഇവർ റോമാലേഖനോ എബ്രായലേഖനോ ഒന്നും വായിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ഒരിക്കലും പഠിപ്പിക്കപ്പെടുന്നില്ല അതൊന്നും. അപ്പോൾ അപ്പോസ്തലന്മാർ എന്താണ് പഠിപ്പിച്ചതെന്ന് പഠിപ്പിക്കാത്തൊരു സഭ അപ്പോസ്തലിക സഭയല്ല, അതൊരു പാരമ്പര്യ സഭയാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെയായിരുന്നു. ഇപ്പം പെന്തക്കോസ്തുകാർ അങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെയായിരുന്നു, ഞങ്ങളും ഇങ്ങനെയാണ്. പ്രിയ സഹോദരങ്ങളെ, ദാറ്റ്സ് നോട്ട് അപ്പോസ്റ്റോലിക്. അപ്പോസ്റ്റോലിക് എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. അന്നും ആദ്യകാലത്ത് അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ തിരിഞ്ഞ് ആ അപ്പോസ്തലിക് ഉപദേശത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എത്ര കൃത്യമായിട്ടാണ് പൗലോസ് തിമോത്തിയോസിനെ പഠിപ്പിക്കുന്നത്? അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ, അപ്പോസ്തലന്മാരുടെ ഉപദേശം, അത് സത്യത്തിൻ്റെ അടിസ്ഥാനവും തൂണും അടിസ്ഥാനവും. അതിനോട് ചേർത്ത് പണിയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതെല്ലാ തൂണിനോടും അടിസ്ഥാനത്തോടും ചേർന്നിരിക്കുന്ന ജീവനുള്ള കല്ലുകൾ ചേർത്ത് പണിയപ്പെടുന്ന ഒരു കെട്ടിടമായിട്ടാണ് ഒരു സഭ വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാരിട്ടിരിക്കുന്ന ക്രിസ്തു എന്ന അടിസ്ഥാനം ഇല്ലാതെ പോയാൽ ഇന്ന് കാണുന്ന ന്യൂ ജനറേഷൻ ചർച്ചുകൾ പോലെ അതാത് വ്യക്തികളാണ് അതിൻ്റെ അടിസ്ഥാനം. എന്ത് സംഭവിക്കും? ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ ചർച്ച് എന്ന് പറയുന്നത് ശരിയാണെന്നറിയില്ല, ഇന്നത്തെ ന്യൂ ജനറേഷൻ കൾട്ടുകളിലെ കൾട്ട് ലീഡേഴ്സ് ഉണ്ട്. ആ ലീഡേഴ്സ് മരിച്ചു പോയി കഴിഞ്ഞാൽ അതിന് പ്രസക്തി ഇല്ലാതെയാവും. അത് പല സ്ഥലത്തും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരവരുടെ മക്കളെ തന്നെ ഏൽപ്പിക്കാൻ ശ്രമിക്കും. കാരണം ഇറ്റ്സ് എ ഹ്യൂജ് ബിസിനസ്. അവരുടെ മക്കളെ തന്നെ അത് ഏൽപ്പിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വലിയ ബിസിനസ് ഉള്ളതുകൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം ഓരോരോ അന്ത്യകാലത്ത് ഇറങ്ങിയിരിക്കുന്ന ഓരോരോ കൾട്ടുകളാണ്. പേഴ്സൺ ബേസ്ഡ് ചർച്ചുകൾ, നോട്ട് ക്രൈസ്റ്റ് ബേസ്ഡ്. ക്രിസ്തു അടിസ്ഥാനമായി വരണമെങ്കിൽ, അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞു എന്ന് വിചാരിച്ചത് ക്രിസ്തുവിൻ്റെ സഭയാകുന്നില്ല. ഒരു ക്രിസ്തു എന്ന അടിസ്ഥാനം ഒരു സഭയ്ക്ക് ഇടണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം മുഴുവൻ അവിടെ വീഴണം. ആ സഭയുടെ അടിസ്ഥാനമായിട്ട് വരണം. അതായത് നീതിയുടെ അടിസ്ഥാനം ക്രിസ്തു ആയിരിക്കണം. ക്രിസ്തുവിനെ പോലെ നീതിമാന്മാരാകണം എന്നുള്ളതാണ് ഉപദേശം. വിശുദ്ധിയുടെ അടിസ്ഥാനം ക്രിസ്തു ആകണം. നമ്മുടെ ജീവിതത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം, ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തു ആയിരിക്കണം. വാട്ട് വുഡ് ജീസസ് ഡു? ഈ ഒരു ഫൗണ്ടേഷൻ എല്ലാവരും അങ്ങനെ ജീവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഉണ്ടായിരിക്കില്ല, പക്ഷേ അങ്ങനെ ജീവിക്കാൻ വേണ്ട ഒരു അടിസ്ഥാനം ഒരു സഭയിൽ വീണാൽ മാത്രമേ അപ്പോസ്തലിക സഭയെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ പേരിലുള്ള സഭ സെയിൻറ്റ് ജോൺസ് ചർച്ച് എന്നൊക്കെ പറയാം. ബട്ട് സെയിൻറ്റ് ജോൺസ് ചർച്ച് എന്ന് പറയുകയും ഈ ജോൺ പഠിപ്പിച്ച കാര്യങ്ങൾ അവിടെ ഇല്ലാതിരിക്കുകയും ചെയ്താൽ എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇന്ന് അനേകം പാരമ്പര്യ സഭകളുണ്ട്. ഈ പാരമ്പര്യ സഭകൾ വലിയ പാരമ്പര്യ സഭകളിൽ നിന്ന് ചാടി ചെറിയ പാരമ്പര്യ സഭകളിലേക്ക് വരുന്ന അനേകം ആൾക്കാരെ നമുക്ക് കാണാം. വലിയ വലിയ പുണ്യവാളന്മാരെ വിട്ടിട്ട്, അതായത് മരിച്ച് പണ്ടേ മറഞ്ഞുപോയ പുണ്യവാളന്മാരുടെ ഫോട്ടോ വിട്ടിട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന മധ്യസ്ഥന്മാർ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കേൾക്കുന്നില്ല, ആ പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാമെന്ന് പറയുന്ന രീതിയിൽ മധ്യസ്ഥന്മാരെ അന്വേഷിച്ച് ആ വ്യവസായത്തിൽ ചെന്ന് പെട്ടുപോകുന്ന അനേകം മക്കളും ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉറപ്പിക്കേണ്ടത്, നിങ്ങളുടെ സഭയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ ഏത് സഭയിലായാലും കുഴപ്പമില്ല, എന്ന് പറഞ്ഞാൽ സുവിശേഷ വിഹിത സഭകൾ, നിങ്ങൾ ഏത് പെന്തക്കോസ്ത് സഭയിലായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏത് ഫ്രീ ചർച്ചിലായാലും കുഴപ്പമില്ല, ഒരു കാര്യം ഉറപ്പുവരുത്തണം, ഇവിടെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം അതുപോലെ പഠിപ്പിക്കുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് റോമാലേഖനം അറിയാമോ? അതെന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയോ? എബ്രായ ലേഖനം അറിയോ? ഇത് പഠിച്ചിട്ടുണ്ടോ? പഠിപ്പിക്കുന്നുണ്ടോ ആരെങ്കിലും വ്യവസ്ഥാപിതമായിട്ട്? അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന അടിസ്ഥാനം അത് എന്തിനു വേണ്ടിയാണ്? യേശുക്രിസ്തു ആരാണെന്ന് ആ സഭയിൽ വ്യക്തമാക്കപ്പെടാൻ വേണ്ടിയാണ്. അങ്ങനെ നിങ്ങളുടെ സഭയുടെ അടിസ്ഥാനം ആരും ഇടുന്നില്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ആ വ്യക്തി, അതാണ് നിങ്ങളെ ആ സഭയിൽ എത്തിക്കുന്നത് അല്ലെങ്കിൽ തുടരാൻ ഇടയാക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ നമ്മൾ നിന്നില്ലെങ്കിൽ ഒഴുകി നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. കാരണം മാനുഷികമായ ഉപദേശങ്ങൾ ഇതിനകത്ത് വല്ലാതെ കയറിയിട്ട് ഇപ്പോൾ കർത്താവിൻ്റെ ഉപദേശം പറയുമ്പം തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇന്ന് മലയാളി സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് വേദനാജനകമായ കാര്യം. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞാൻ ഇനി വരാൻ താമസിച്ചു പോയാൽ, ഇനി വരാൻ പറ്റിയില്ലെങ്കിൽ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ. ഇപ്പോൾ ദേവാലയം ദൈവം കൈപ്പണിയായ ആലയങ്ങളിൽ വസിക്കുന്നില്ല, പക്ഷേ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് അവൻ്റെ സഭ, അവൻ്റെ കൂട്ടം. ആ കൂട്ടത്തിൽ കർത്താവുണ്ട്. ആ കൂട്ടത്തിൽ ഇറങ്ങി വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയായ ആ കൂട്ടത്തിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
അതുകൊണ്ടാണ് ജീവനുള്ള ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. ഇതെൻ്റെ സഭയോ നിങ്ങളുടെ സഭയോ അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വർക്കിച്ചേട്ടൻ്റെയോ തോമാച്ചേട്ടൻ്റെ സഭയല്ല, ഏതെങ്കിലും ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയുടെ സഭയല്ല. ഇത് ദൈവത്തിൻ്റെ സഭയാകണമെങ്കിൽ അവൻ്റെ പുത്രനായ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ അത് പണിയപ്പെടണം. അങ്ങനെ അല്ലാത്തൊരു സഭയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളവിടെ പോകുന്നതുകൊണ്ട് നിങ്ങൾക്കുള്ള പ്രയോജനം വിവാഹം നടക്കും, ശവസംസ്കാരം നടക്കും എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അനുസരിക്കുവാൻ ആർക്കും സാധ്യമല്ല, കർത്താവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാനും സാധ്യമല്ല. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം നിങ്ങളുടെ ശുശ്രൂഷകരോട് പറയണം. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ പണിയുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് വന്നുകൊണ്ടൊരു ലാഭവുമില്ല. നാളുകൾ ഇരുന്നിട്ട് നരകയോഗ്യരായി പോകാമെന്നുള്ളതല്ലാതെ ഒരു പ്രയോജനമില്ലാത്തൊരവസ്ഥയിലാണ് ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. സോ എല്ലാവരോടും എൻ്റെ ഒരു സജഷൻ ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷയോട് പറയുക, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിന്മേൽ ഈ സഭ വന്നാൽ മാത്രമേ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങളുടെ ശുശ്രൂഷകരെ നിർബന്ധിക്കേണ്ട സമയമായിരിക്കുന്നു. ഇവിടെ പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ ദേവാലയത്തിൽ എങ്ങനെ നടക്കണമെന്ന് നീ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിന്നോട് പറയുന്നത്. 16-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ഇതൊരു പോയമാണ് കേട്ടോ, ഇതൊരു ഹിമ്മാണ്, ഒരു കീർത്തനമാണ്. അന്ന് സഭയിൽ പാടിക്കൊണ്ടിരുന്നതാണ് എന്ന് വിചാരിക്കുന്നു. കാരണം എന്താണ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്നുള്ളതിൻ്റെ സമ്മറിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ആ ഒരു മർമ്മം, ദൈവഭക്തിയുടെ മർമ്മം എന്താണ് എന്നുള്ളതാണ്. ഹി വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലെഷ്, വിൻഡിക്കേറ്റഡ് ബൈ ദ സ്പിരിറ്റ്, സീൻ ബൈ ദ ഏഞ്ചൽസ്, പ്രൊക്ലെയിംഡ് എമംഗ് ദ നേഷൻസ്, ബിലീവ്ഡ് ഇൻ ദ വേൾഡ്, ടേക്കൺ അപ്പ് ഇൻ ഗ്ലോറി. ഇതാണ് സുവിശേഷം ചുരുക്കത്തിൽ. ഒരു പാർട്ട്, ഒരു കപ്ലറ്റ്, ഒരു ഈരടിയിലൂടെ കർത്താവിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കപ്പെടുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ദ ഗ്രേറ്റ് ഇൻഡീഡ് വി കൺഫസ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. അപ്പോൾ ദൈവഭക്തി എന്ന് പറയുന്നത് നമ്മുടെ മാനുഷികമായ പ്രയത്നം കൊണ്ട് ജീവിക്കുമ്പം ഉണ്ടാകുന്നതല്ല. ദൈവഭക്തി എന്നുള്ളത് അതിൻ്റെ ഒരു മർമ്മമുണ്ട്. ആ മർമ്മം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു എന്താ ചെയ്തതെന്നുള്ളതാണ് ആ ദൈവഭക്തിയുടെ മർമ്മം. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, യേശുക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവ് എന്ത് ചെയ്തു, ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അവൻ എന്താണ് ചെയ്തത്, അവൻ എങ്ങനെയാണ് നമ്മുടെ രക്ഷ പൂർത്തിയാക്കിയത്, ഇത് നിങ്ങളിലൂടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. വാട്ട് ഡിഡ് ജീസസ് ഡു? ഇതാണ് ശരിക്കും നമ്മുടെ ദൈവഭക്തിയുടെ മർമ്മം. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭക്തിയായിട്ട് മെഷർ ചെയ്യപ്പെടുന്നതെങ്കിലും കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളതാണ് ദൈവഭക്തിയുടെ മർമ്മം. അതൊരു മിസ്റ്ററിയാണ്. കർത്താവിൻ്റെ അനുസരണമാണ് നമ്മുടെ നീതി എന്നുള്ളത്. ആ കർത്താവിൻ്റെ അനുസരണം നമ്മുടെ നീതിയാണ്, കർത്താവിൻ്റെ വിശുദ്ധി നമ്മുടെ വിശുദ്ധിയാണ്. അങ്ങനെ ക്രൈസ്റ്റ് ഈസ് മൈ ലൈഫ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ഞാൻ അവൻ്റെ നീതിയാണ് ജീവിക്കുന്നത്, അവൻ്റെ വിശുദ്ധിയാണ് ജീവിക്കുന്നത്. സോ വി ഹാവ് ടു ഷിഫ്റ്റ് ദ ഫോക്കസ് ഫ്രം അവർ സോഴ്സ് ടു ക്രൈസ്റ്റ്. അപ്പോൾ ഇവിടെ കാണുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. ഇത് അന്നത്തെ കാലത്ത് ഒരു ദുരുപദേശം ഉണ്ടായിരുന്നു, ഡോസറ്റിസം എന്ന് പറയുന്ന ഒരു ദുരുപദേശം. അന്ന് ഈ ഗ്രീക്ക് ഫിലോസഫി വളരെയധികം വർദ്ധിച്ചിരുന്ന കാലത്ത് മെറ്റീരിയലായിട്ട് നമ്മൾ കാണുന്ന വസ്തുക്കളെല്ലാം ഈവിലാണെന്നും അതിനകത്ത് ഒരിക്കലും ദൈവം വരില്ലെന്നും ദൈവം സ്പിരിറ്റാണ്, അതുകൊണ്ട് ദൈവത്തിന് ഒരിക്കലും മനുഷ്യഫോം എടുക്കാൻ പറ്റില്ല എന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ യേശു ക്രിസ്തു ദൈവമാണെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ യേശു ദൈവമല്ലെന്ന് പറഞ്ഞില്ല, പകരം പറഞ്ഞത് യേശു ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നില്ല, ഒരു അപ്പാരിഷനായിരുന്നു. അതായത് അങ്ങനെ കണ്ടതാണ്, കാണപ്പെട്ടതാണ്, ഒരു മായാക്കാഴ്ചയായിരുന്നു. ശരിക്കും ദൈവം ആ ഒരു ഫോമിൽ നമ്മൾ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും മനുഷ്യൻ്റെ ശരീരം ക്രിസ്തുവിനുണ്ടായിരുന്നില്ല എന്ന് പഠിപ്പിക്കുന്ന ടീച്ചിങ് ആയിരുന്നു ഡോസറ്റിസം എന്ന് പറയുന്ന വേദപുസ്തകത്തിലെ രണ്ടാമത്തെ, അതായത് സഭയുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ ദുരുപദേശം. ഒന്നാമത്തെ ദുരുപദേശം എന്താണെന്നറിയാമോ? അത് ഇന്നും പ്രബലമാണ്. ന്യായപ്രമാണവാദികൾ കൊണ്ടുവരുന്ന ദുരുപദേശം അത് ഇന്നും പ്രബലമാണ്. അത് നമുക്ക് അവരെയാണ് നായ്ക്കളും വിച്ഛേദനക്കാരെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവരെയാണ് നായ്ക്കൾ വിച്ഛേദനക്കാരെന്നൊക്കെ പൗലോസ് വിളിക്കുന്നത്. അതായിരുന്നു ഒന്നാമത്തെ ദുരുപദേശം. രണ്ടാമത് സഭയിൽ വന്ന ദുരുപദേശമാണ് ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് വന്ന ഡോസറ്റിസം എന്ന ദുരുപദേശം. ഈ ഡോസറ്റിസം എന്ന ദുരുപദേശം അനുസരിച്ച് കർത്താവിന് ഫോം ഉണ്ടായിരുന്നില്ല, അല്ല മനുഷ്യ ശരീരം ഉണ്ടായിരുന്നില്ല, ഒരു അപ്പാരിഷനായിട്ട് കർത്താവ് കാണപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഉപദേശമാണ്. പ്രിയ സഹോദരങ്ങളെ, അതാണ് ഇവിടെ ആദ്യം പൗലോസ് ബ്രേക്ക് ചെയ്യുന്നത്. പൗലോസ് പറയാണ്, അവൻ ജഡത്തിൽ വന്നു. ഓക്കെ, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ശരീരത്തിൽ തന്നെയാണ് പുത്രൻ വെളിപ്പെട്ടത്. പക്ഷെ അവൻ്റെ നീതീകരണം ആത്മാവിലായിരുന്നു.
ഈ നീതീകരണം ആത്മാവിലായിരുന്നു എന്ന് പറയുമ്പം എങ്ങനെയാണ് നീതീകരണം ആത്മാവിലായിരുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്? ഹി വാസ് ജസ്റ്റിഫൈഡ് നോട്ട് ബൈ മെൻ. മനുഷ്യരല്ല കർത്താവിനെ നീതീകരിച്ചത്, നീതിമാനാണെന്ന് പറഞ്ഞത്. അവൻ മരിക്കുന്ന സമയത്ത് ദേവാലയത്തിലെ തിരശ്ശീല കീറിപ്പോയപ്പോൾ ആകാശത്തിൽ അടയാളങ്ങൾ കണ്ടപ്പോൾ ഒരു ശതാധിപനോടെന്ന് പറയുന്നുണ്ട്, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. അതാരാണ് ചെയ്തത്? ദൈവമാണ്. ദൈവമാണ് ആത്മാവിൻ്റെ നീതീകരണം, ആത്മാവിനായിട്ടുള്ള നീതീകരണം കർത്താവിന് നൽകുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നിട്ട് കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുമ്പോൾ പുനരുത്ഥാനത്തിലൂടെ കർത്താവിന് ആത്മാവിൻ്റെ നീതീകരണം നമുക്കായി ലഭിക്കുന്നു. വെൻ ക്രൈസ്റ്റ് ഈസ് ജസ്റ്റിഫൈഡ് വി ആർ ഓൾസോ ജസ്റ്റിഫൈഡ്. ആ യാഗം അംഗീകരിക്കപ്പെടുമ്പോൾ കർത്താവ് ആർക്കെല്ലാം വേണ്ടി മരിച്ചോ അവരെല്ലാവരും നീതീകരിക്കപ്പെടുന്നു. അപ്പം നമ്മൾ നീതീകരിക്കപ്പെടുന്നത് ആത്മാവിലാണ്, നമ്മുടെ പ്രവൃത്തികളാലല്ല. ആ ക്രിസ്തു നമുക്കായി മരിച്ചതുകൊണ്ടാണ്. ഇതാണ് ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ മർമ്മം. ഹി വാസ് ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ്, വി വിൽ ഓൾസോ ബി ജസ്റ്റിഫൈഡ് ഇൻ ദ സ്പിരിറ്റ്, നോട്ട് ബൈ ദ വർക്ക്സ്. കാരണം വർക്ക്സാണ് മനുഷ്യർ കാണുന്നത്, പക്ഷെ ഹൃദയം കാണുന്ന ദൈവം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്ന ദൈവം നമ്മളെ നീതീകരിക്കുന്നത് നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, അവൻ നമുക്ക് നടത്തിയ ഹൃദയ പരിച്ഛേദൻ്റെ അടിസ്ഥാനത്തിലും ക്രിസ്തു നമുക്കായി അനുസരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. അതാണ് ദൈവഭക്തിയുടെ മർമ്മമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. പ്രിയ സഹോദരങ്ങളെ, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടർത്ഥത്തിൽ ഇതിനെ കാണണം. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ ബൈബിളിൽ ദൂതൻ എന്ന് പറയുന്ന വാക്ക് എപ്പോഴും ഹെവൻലി ഏഞ്ചൽസിനെ കുറിച്ചല്ല പുതിയ നിയമത്തിലെ സഭയുടെ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറയുന്നത് ഒരു ഹെവൻലി ഏഞ്ചലിനെ കുറിച്ചല്ല പറയുന്നത്. അതുപോലെ ദൂതന്മാർ നിമിത്തം അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം എന്ന് സ്ത്രീകൾ തല മൂടുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. അവിടെ ഈ ദൂതൻ എന്ന് പറയുന്നത് മെസ്സഞ്ചർ ഓഫ് ദ ചർച്ചാണ്. സഭയിലെ ശുശ്രൂഷകർക്ക് മുമ്പിൽ അധീനയായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുകളിൽ കയറരുത്, അവർ കീഴടങ്ങിയിരിക്കണം. അതായത് ബി സബ്മിറ്റഡ് വെൻ. അതെപ്പോഴാണ്? പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുമ്പോൾ ആ സഭയുടെ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരുന്നു കൊണ്ട് വേണം അത് ചെയ്യാനെന്നാണ് ആ മാർക്ക് ഓഫ് സബ്മിഷൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ദൂതന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് മെസ്സഞ്ചേഴ്സാണ്. മെസ്സഞ്ചർ എന്നാണ് ദൂതൻ എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം, ദൂത് കൊണ്ടുപോകുന്നവൻ. ഇപ്പോൾ വേദപുസ്തകത്തിൽ ദൂത് കൊണ്ടുപോകുന്നവരെ വെളിപ്പെട്ടു എന്നാണ്. അപ്പോൾ പത്രോസിന് വെളിപ്പെട്ടു, പൗലോസിന് വെളിപ്പെട്ട കാര്യമാണ് പൗലോസ് ഊന്നി പറയുന്നത്. ആരൊക്കെയാണോ ഈ സന്ദേശവാഹകർ, ഈ സന്ദേശവാഹകർക്ക് അവൻ വെളിപ്പെട്ടു. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്തുകൊണ്ട് നമ്മുടെ സഭയുടെ ഫൗണ്ടേഷൻ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഫസ്റ്റ് എങ്കലോയി, അതായത് ദൂതുവാഹകർ. ഈ ദൂതുവാഹകർ ഇവരായതുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് ദൂത് ലഭിച്ചത്? അവർക്ക് കർത്താവ് തന്നെ വെളിപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ദാറ്റ് മീൻസ് അതോറിറ്റി. അതായത് ഈ ദൂതന്മാർ, ഈ മെസ്സഞ്ചേഴ്സ് നമ്മോട് പറയുന്ന സുവിശേഷം അല്ലെങ്കിൽ ലേഖനങ്ങളിലൂടെ എഴുതപ്പെട്ടിരിക്കുന്നത് ആധികാരികമാണ്. കാരണം ഈ ജഡത്തിൽ വെളിപ്പെട്ട, ആത്മാവിൽ നീതീകരിക്കപ്പെട്ട ക്രിസ്തു അവർക്ക് വെളിപ്പെട്ടതാണ്. അത് പത്രോസും പറയുന്നുണ്ട്, ഞങ്ങളിത് കണ്ടതാണ്. പൗലോസ് പറയുന്നത്, എനിക്കിത് വെളിപ്പെട്ടതാണ്. കാരണം അപ്പോസ്തലന്മാരെല്ലാവർക്കും വെളിപ്പെടുത്തപ്പെട്ട കർത്താവ്, അതാണ് അവർ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും സ്വർഗത്തിലെ ദൂതന്മാരല്ല. സ്വർഗത്തിലെ ദൂതന്മാർ കർത്താവിനെ എപ്പോൾ വേണമെങ്കിലും കാണാം. പക്ഷെ ദൂതന്മാർക്ക് വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് മെസ്സേജ് കൊടുക്കുന്ന ദൂതുവാഹകർക്ക്, ഈ മെസ്സേജ് കൊടുക്കുന്ന ആളുകൾക്ക്, ആരൊക്കെയാണോ മെസ്സേജുമായിട്ട് പോകുന്നത്, അതാണ് ഗ്രീക്കിലെ ഏങ്കലോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ആരൊക്കെയാണോ മെസ്സേജുമായിട്ട് പോകുന്നത് ദൂതുവാഹകർക്ക് അത് വെളിപ്പെട്ടു എന്നുള്ളതാണ്. സീൻ ബൈ ദ ഏഞ്ചൽസ്. ഓക്കെ, പിന്നെ അടുത്ത കാര്യം, ഈ ദൂതുവാഹകർ എന്ത് ചെയ്തു? അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഉണ്ട്. ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനം ചെയ്തു, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ആദ്യം ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷരായി. ദൂതന്മാർ എന്ത് ചെയ്തു? ഇത് ജാതികളുടെ ഇടയിൽ പോയി പ്രസംഗിച്ചു. സകല ജാതികളോടും പ്രസംഗിച്ചത് ആരാണ്? ദൂതന്മാരാണ്. ഈ ദൂതുവാഹകരാണ്. അവർക്ക് വെളിപ്പെട്ടതാണ് അവർ പറഞ്ഞത്. പത്രോസും പൗലോസും യാക്കോബും യോഹന്നാനും കേരളത്തിൽ വന്നു എന്ന് പറയുന്ന തോമസും, ഇപ്പോൾ പുതിയൊരു സിസ്റ്റം ഇറങ്ങിയിട്ടുണ്ട്, പുതിയ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് യേശുക്രിസ്തു ശരിക്കും യഹൂദന്മാരുടെ അടുത്തേക്കാണ് വന്നത്. യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാർ യഹൂദന്മാരുടെ അടുത്തേക്കാണ് പോയത്. പൗലോസ് മാത്രമാണ് ജാതികളുടെ അപ്പോസ്തലൻ എന്ന് പറയുന്ന ഒരു പഠിപ്പിക്കലുണ്ട്. ഗേറ്റ് മിനിസ്ട്രീസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ വലിയൊരു പങ്ക് ആളുകളും ജാതികളെ തന്നെയാണ് പ്രസംഗിച്ചത്. യെരുശലേമിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരിൽ പ്രസംഗിച്ച് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. AD 70 ശേഷം യെരുശലേം, ഈ യഹൂദന്മാർ പല സ്ഥലത്തേക്ക് ചിതറിപ്പോയത് AD 70 ശേഷമാണ്. അതിനു മുൻപ് തന്നെ അപ്പോസ്തലന്മാർ, തോമസിനെ പോലുള്ളവർ അല്ലെങ്കിൽ ആന്ത്രയോസിനെ പോലുള്ളവർ യൂറോപ്പിലേക്കും പല ഭാഗങ്ങളിലേക്കും ജാതികളുടെ സുവിശേഷം പറയാൻ വേണ്ടി പോയിരുന്നു.
യാക്കോബും പത്രോസും ഇങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ യെരുശലേമിൽ നിന്നുള്ളൂ, യഹൂദന്മാരുടെ ഇടയിൽ നിന്നുള്ളൂ. അപ്പോൾ ഇത് ചിലത് യഹൂദന്മാർക്കും ചിലത് ജാതികൾക്കും എന്നൊരു വേർതിരിവ് പുതിയ നിയമസഭയുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ദർ വാസ് ഓൺലി വൺ കമ്മ്യൂണിറ്റി, യഹൂദനെന്നുമില്ല യവനനെന്നുമില്ല. അതായിരുന്നു ഈ പുതിയ നിയമ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ഇപ്പം ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയാൽ ഇത് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ സംഭവിച്ച മാത്രമല്ല, ഇന്നും സംഭവിക്കുന്ന കാര്യമാണ്. കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും നമ്മുടെ ഫൗണ്ടേഷനായിട്ടുള്ള വിശ്വാസമാണ്. ജാതികളുടെ ഇടയിൽ ഇപ്പോഴും പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ദൂതുവാഹകർക്ക് ഈ അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ബൈബിൾ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിൽ, പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സത്യോപദേശം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. ലോകത്തിലെല്ലാം എല്ലാ ജാതികളുടെ ഇടയിലും വിശ്വാസികളുണ്ടായി പ്രസംഗത്താൽ. അടുത്തത് തേജസ്സിൽ എടുക്കപ്പെട്ടു. ആരെടുക്കപ്പെട്ടു? കർത്താവ് എടുക്കപ്പെട്ടു, നമ്മൾ എടുക്കപ്പെടും. അവൻ തേജസ്സോടെ മടങ്ങിയവരും സഭയെ മുഴുവൻ എടുത്തുകൊള്ളും. അപ്പോൾ ഇത് പ്രസംഗിക്കപ്പെട്ട മർമ്മം വലിയൊരു തേജസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്തെന്നുള്ളതോ ഒരു സൂത്രപ്പണിയോ ഫോർമുലയോ ഒന്നുമല്ല. ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തു തന്നെ ഇതിൻ്റെ അടിസ്ഥാനവും യേശുക്രിസ്തു തന്നെ ഇതിൻ്റെ മർമ്മവും നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ മർമ്മവുമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരു കാലത്ത് തേജസ്സോടെ എടുക്കപ്പെടുന്നതും കാത്തിരിക്കുകയാണ്. അതാണ് ഒരു സഭയുടെ മർമ്മം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സഭയിൽ എങ്ങനെയാണോ നമ്മൾ തേജസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണോ? ക്രിസ്തുവാണോ നമ്മുടെ ഏറ്റവും വലിയ വിഷയം? ക്രിസ്തു സൗഖ്യമാക്കുന്നുള്ള വിഷയമുള്ള ഒത്തിരി ചർച്ചകളുണ്ടെന്ന് എനിക്കറിയാം. കർത്താവ് സാമ്പത്തിക ഭാരം നീക്കും, ഇതൊക്കെ വിശ്വസിക്കുന്ന ഒത്തിരി സഭകളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ജഡത്തിൽ വെളിപ്പെട്ടൊന്നും അവൻ്റെ നീതീകരണത്തെക്കുറിച്ച്, അവൻ്റെ തേജസ്കരണത്തെക്കുറിച്ച്, ആ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷത്തെക്കുറിച്ച്, അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ട സന്ദേശത്തെക്കുറിച്ചും ബോധ്യമുണ്ടോ? അതാണോ നിങ്ങളുടെ സഭയുടെ പ്രധാനപ്പെട്ട പ്രതിപാദ്യം? യേശുക്രിസ്തു അറക്കപ്പെട്ട കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ആ ദൈവിക മർമ്മം മനസ്സിലാകുന്നുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഇല്ലെങ്കിൽ വളരെ വളരെ നമ്മൾ അകന്നു പോയിരിക്കുന്നു. കേരളത്തിലെ സഭകളെ സംബന്ധിച്ച് ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്. യേശുക്രിസ്തു എന്ന മർമ്മത്തിലേക്ക്, ആ ഒരു പെർഫെക്ഷനിലേക്ക് നോക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയാണ്, ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു. ഇതെന്താ ഈ സമ്മതമാമണ്ണം വലിയതാകുന്നു എന്ന് പറഞ്ഞാൽ? അതായത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത അത്ര ഒബ്വിയസ് ആണെന്നർത്ഥം. അതായത് ഈ കാര്യങ്ങൾ ഒരു മനുഷ്യനും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രകടമാണ്, വ്യക്തമാണ്. ഇത് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല. സാധാരണ മർമ്മം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ പറയുകയാണ്, ഈ മർമ്മം സകല മനുഷ്യർ സമ്മതിക്കുന്ന രീതിയിൽ അത് വലുതാണ്, അത് ക്ലിയറാണ്, അതിനകത്ത് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. അപ്പം അങ്ങനെ മറച്ചു വെക്കാതെ പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ സുവിശേഷം, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കാൻ വന്നുവെന്നും അവൻ നമ്മെ നിത്യജീവൻ നൽകി തേജസ്സിലേക്ക് സഭ എടുക്കുമെന്നും ആ സത്യത്തിൻ്റെ തൂണും ഫൗണ്ടേഷനുമായ അടിസ്ഥാനവുമായ സഭയിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയിൽ എങ്ങനെ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്നും തിമോത്തിയോസ് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ആ ഇൻസ്ട്രക്ഷൻ ഓരോ സഭയിലും ചെല്ലേണ്ടത് ആവശ്യമാണ്. ഓരോ ഫാസ്റ്ററും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ശുശ്രൂഷകനും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് അവർ തന്നെത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ സൂക്ഷിക്കേണ്ടതെന്നുള്ള കാര്യം. പ്രിയ സഹോദരങ്ങളെ, ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് പല ആളുകളും പറയുന്നത്, ഇതൊന്നും വായിച്ചിട്ടും കുഴപ്പമില്ല, കർത്താവ് പറഞ്ഞനുസരിച്ചാൽ മതി എന്ന്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു. പലരും അങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾ കർത്താവ് പറയുന്ന അനുസരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കർത്താവ് പറയുന്ന അനുസരിക്കുന്ന ഒരാളെ പോലും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അത്ര കഠിനമായിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത്. പക്ഷെ അതനുസരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. കട്ടിയാണെങ്കിൽ, എത്ര കട്ടിയാണെങ്കിലും അപ്പോസ്തലന്മാർ അതാ ചെയ്യുന്നത്. അപ്പോസ്തലന്മാർ ശരിക്കും യേശുക്രിസ്തുവിനെ തന്നെയാണ് ഫൗണ്ടേഷനായിട്ട് അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുന്ന ശിഷ്യരായി മാറുവാൻ നമുക്ക് സാധിക്കുന്നത്? ഈ ഒരു കാര്യമാണ് അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലേഖനങ്ങളിലൂടെ മനസ്സിലാക്കുമ്പോൾ, ക്രിസ്തുവിനെ മനസ്സിലാക്കുമ്പോൾ, ബൈബിളിലെ എല്ലാ വാക്കുകളും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പഴയ നിയമം എങ്ങനെ എഴുതിപ്പെട്ടിരിക്കുന്നത്, പുതിയ നിയമം എങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത്, ഇതിൻ്റെ എല്ലാം മർമ്മം ക്രിസ്തുവാണെന്നും ഈ എല്ലാ വചനങ്ങളും ദൈവത്തിൻ്റെ വചനമായ പുത്രനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ വൈബ്രേഷനോ കരച്ചിലോ നിലവിളിയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഭക്തിയുടെ ഭാവങ്ങളോ അല്ല. ക്രിസ്തുവിനെക്കുറിച്ചുള്ള മാർമികമായ വിശ്വാസവും ഉപദേശരൂപവുമാണ് നമ്മുടെ ഭക്തിയെ തീരുമാനിക്കുന്നത്. ഇന്ന് പലപ്പോഴും ഭക്തി മറ്റു മതങ്ങളിലെ പോലെ തന്നെയുള്ള എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇമോഷൻസ് ഉണ്ട്, ശരിയാണ്. പക്ഷേ യഥാർത്ഥ ഭക്തി ക്രിസ്തു എന്ന മർമ്മം നമുക്ക് മനസ്സിലാകുന്നതും അതിനെ വെളിപ്പെടുത്തുന്നതുമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ജാഗ്രതയുള്ളവരായി ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഇത് വളരെ ആഴമായി പഠിക്കുകയും നമ്മുടെ ഹൃദയത്തെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു മരണത്തെക്കുറിച്ച് പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, ഞാനിനി അഥവാ വരാൻ താമസിച്ചാലും
നീ ഇത് വളരെയധികം കരുതിക്കൊള്ളണം. കാരണം ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ സഭ ആവുകയില്ല. ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ ആരെയും പരിശീലിപ്പിക്കാനോ ആർക്കും കർത്താവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് പോകുവാനോ സാധ്യമല്ല. അതുകൊണ്ട് ഈ മർമ്മം എല്ലാ സഭകളും, ഇന്ന് കേൾക്കുന്ന സഭകൾ ഉൾപ്പെടെ എല്ലാ സഭകളോടും പൗലോസ് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ നടപ്പിനെയും നമ്മുടെ സഭയുടെ നടപ്പിനെയും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അപ്പോസ്തലന്മാർ എങ്ങനെ എന്ത് ഗൈഡ് ലൈൻ നമുക്ക് തന്നുവോ ആ ഗൈഡ് ലൈൻ ഫോളോ ചെയ്യുവാൻ തക്കവണ്ണം നമുക്കിതിനെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും പ്രബോധിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.